എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാവുന്നതാണ്. അവലും റവയുമാണ് ഇതിലെ പ്രധാന ഇൻഗ്രീഡിയൻസ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കുകയാണെങ്കിൽ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. ഇവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് അവലിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കഴുകിയെടുക്കാം. അവൽ കഴുകി ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞൊന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാൻ. തൈര് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇതൊന്ന് അടച്ചു വെക്കാം. അടുത്തതായി ചെയ്യേണ്ടത് വേറൊരു ബൗളിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. തൈരെടുത്ത അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതും അവൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന അതേ സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. റവയുടെ കൂട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതും ഇനിയൊന്ന് അടച്ചു വെക്കാം. റവയും അവലും റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്കുള്ള ബാക്കി ചേരുവകൾ തയ്യാറാക്കാം. ഇവിടെ ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അവലിപ്പോൾ ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം കൂടെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യാനുള്ളതാണ്. സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന റവയും ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി റവ ഇട്ടിരിക്കുന്ന ഈ വലിയ ബൗളിലേക്ക് അവലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സവോള ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഒരു പച്ചമുളക് വളരെ ചെറുതായിട്ട് മുറിച്ചത്, കുറച്ച് ജീരകം പൊടിച്ചത്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച് മല്ലിയില, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ നമുക്ക് അടയൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടെടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് വെള്ളമായി പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് വെള്ളം ചേർക്കുകയാണെങ്കിൽ ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് തിരിച്ചും മറിച്ചു വിടുമ്പോൾ പൊട്ടിപ്പോകാനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തത് നന്നായിട്ട് കുറച്ച് ലൂസായിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതിനി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൈകൊണ്ടോ സ്പൂൺ കൊണ്ടോ കോരി ചുട്ടെടുക്കാം. ഇവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനി കൈകൊണ്ട് ഇതുപോലെ ഒന്നാക്കി ചുട്ടെടുക്കാം. എല്ലാം ഇതുപോലെ ഷേപ്പാക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിനിയൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടുവാണെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല. ചൂടോടെ കഴിക്കുന്നതിന് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂട്ടത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബെല്ലൈക്കണും ഒന്ന് ആക്ടിവേറ്റ് ആക്കി ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.